ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ഈസിയാണ്. നമുക്ക് വൈകിട്ടത്തെ ചായേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ നല്ലതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് ഇത്. അപ്പം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ ഞാൻ കട്ടകളൊന്നുമില്ലാതെ പാകത്തിന് ഉപ്പ് ഇട്ട് ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ കലക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര വേണം. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ തേങ്ങയിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ചെറുജീരകം ഇട്ട് കൊടുക്കുക. ചെറുജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാനോ ദോശക്കല്ലോ അടുപ്പത്തോട്ട് വെക്കുക. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മാവ് ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തേങ്ങയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തിട്ട് അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ മടക്കി എടുക്കണം. എന്നിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് മൊരിയിച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് ചെയ്താൽ മതി. അടിഭാഗം നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കണം. അതേപോലെ ഈ ഭാഗം ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സ്നാക്ക് റെഡിയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം.